നിസ്സാരം. നമ്മളെ കൊണ്ട് പറ്റും, നമ്മളെ കൊണ്ടേ പറ്റും. നിസ്സാരം. Come on. ഞങ്ങളെ കൊണ്ട് പറ്റിയിരിക്കുക ഗൈസ്. അങ്ങനെ കുറേ നാൾക്ക് ശേഷം വലിയൊരു ക്വാണ്ടിറ്റിയിൽ ഫുഡ് ഉണ്ടാക്കാൻ പോവാ. ആക്ച്വലി ഇതെല്ലാം കൂടി ഒരു 12 kg വരുന്നുണ്ട്. എന്തിനാ ഫുഡ് ഉണ്ടാക്കുന്നതെന്ന് അറിയാവോ? എന്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. ബൈ ദ വേ, ബർത്ത്ഡേ കഴിഞ്ഞിട്ട് 5 ദിവസമായെങ്കിലും ഇപ്പോഴാണ് ഒന്ന് വീഡിയോ ഇടാൻ സമയം കിട്ടിയത്. ഇതുവരെ ഹോസ്പിറ്റൽ യൂണിവേഴ്സിറ്റി ഇങ്ങനെ കറങ്ങി നടക്കുമായിരുന്നു. ആൻഡ് എനിക്ക് തോന്നുന്നു അർമേനിയയിൽ ഇതിന്റെ ലാസ്റ്റ് ബർത്ത്ഡേ ആണ്. സോ എല്ലാവർക്കും ഒരു ട്രീറ്റ് അങ്ങ് കൊടുക്കാന്ന് വിചാരിച്ചു. ഈ സാധനങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലൂ കിട്ടിയോ ഞങ്ങൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന്? ഈ സമയം നാട്ടിലായിരുന്നെങ്കിൽ ഒന്നും അറിയണ്ടായിരുന്നു. ഫുഡ് റെഡി ആകുമ്പോൾ പോയി ഒന്ന് കഴിച്ചാൽ മതി. ചുമ്മാ ഒരു കേക്കും കൂടി ഒന്ന് കട്ട് ചെയ്താൽ മതി. സിമ്പിൾ ആയിരുന്നു. ഇതിപ്പോ ഞങ്ങൾ ഇന്ന സാധനം മേടിക്കാൻ പോകണം, ഞങ്ങൾ ഇന്നെ ഫുഡ് ഉണ്ടാക്കണം, ഞങ്ങൾ ഇന്നെ കുടിക്കുകയും വേണം. എന്ത് കഷ്ടപ്പാടല്ലേ. പിന്നെ നോട്ട് ദ പോയിന്റ്, ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ബർത്ത്ഡേയുടെ തലേദിവസം നടന്ന കാര്യങ്ങളാണ്. ഇതിൽ കേക്കൊക്കെ ജസ്റ്റയുടെ ഗിഫ്റ്റ് ആയിരുന്നു. ജസ്റ്റ് എനിക്ക് ഒത്തിരി ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു ഇത്. അപ്പൊ ബർത്ത്ഡേയുടെ വിശേഷം നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.